ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു നന്മ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ സ്വാഭാവികമായിട്ടും ഒരു സമൂഹത്തിന് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുകളിൽ മതേതരത്വ വിശ്വാസികൾക്കുണ്ടായിരുന്നത്. പക്ഷെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് നോക്കിക്കൊള്ളുക. കർണാടകയിലെ തിരഞ്ഞെടുപ്പ് സമയം മാറ്റിവെക്കാൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നു. BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം കർണാടകയിൽ ഇല്ല എന്ന് തോന്നിയപ്പോൾ BJPയുടെ ദേശീയ നേതൃത്വം ആ വിഷയത്തിൽ ഇടപെട്ട് കാണും. ഇപ്പോഴിതാ മറ്റൊരു കാര്യം നടന്നിരിക്കുകയാണ്. രാജ്യത്തെ തന്നെ നാണം കെടുത്തുന്ന ഒരു കാര്യം, ജനാധിപത്യ സ്രോതസ്സുകളെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യം. സിക്കിം മുഖ്യമന്ത്രിയായിട്ടുള്ള പ്രേം സിംഗ് തമാങ്, ഈ പ്രേം സിംഗ് തമാങ് എന്ന് പറയുന്നത് SKM എന്ന പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവും കൂടിയാണ്. അദ്ദേഹം 1990 മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് പശു വിതരണ ഫണ്ടിൽ നിന്ന് തിരിമറി നടത്തിയതുമായി ബന്ധപ്പെട്ട് 2017-2018 കാലയളവിൽ അദ്ദേഹം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സുപ്രീം കോടതിയും എല്ലാവരും ഒരുമിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മത്സരിക്കാൻ, അതായത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യമല്ല. 6 വർഷത്തെ വിലക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ സാധിക്കാതെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 32 അംഗ നിയമസഭയിൽ 17 സീറ്റുകൾ നേടിക്കൊണ്ട് അവിടെ SKM അധികാരം പിടിച്ചെടുത്തു. ഉടൻ തന്നെ നിയമസഭാ കക്ഷി നേതാവായിട്ട് ഈ പറഞ്ഞ മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങിനെ കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ പ്രേം സിംഗ് തമാങ്ങിന് നിയമങ്ങൾ അനുസരിച്ച് 6 മാസത്തിനകത്ത് ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മതി. പക്ഷേ നിലവിൽ 6 വർഷത്തെ അയോഗ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക? ആ സമയത്താണ് പ്രേം സിംഗ് തമാങ് ഒരു നിർണായക നീക്കം നടത്തുന്നത്. ആ നീക്കം ഇങ്ങനെയാണ്: ശനിയാഴ്ച ദിവസം വരാനുള്ള നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ BJPയോടൊപ്പം സഖ്യം ചേർന്നു. ഇരുവരും ഒന്നിച്ചായിരിക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. അപ്പോൾ BJPയോട് സഖ്യം ചേർന്ന ഉടൻ തന്നെ 6 വർഷത്തെ അയോഗ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 1 വർഷവും 1 മാസവുമായി ചുരുക്കി കയ്യിൽ കൊടുത്തു. അതുകൊണ്ട് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രേം സിംഗ് തമാങ്ങിന് മത്സരിക്കാം. ചിന്തിക്കുക, എപ്പോഴാണ് ഈ 6 വർഷത്തെ അയോഗ്യത 1 വർഷവും 1 മാസവുമായത്? BJPയുമായി സഖ്യം ചേർന്നപ്പോഴാണ്. SKM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും BJPയും ഒന്നിച്ചു മത്സരിക്കാൻ തയ്യാറായപ്പോഴാണ് പ്രേം സിംഗ് തമാങ്ങിന് 1 വർഷവും 1 മാസവുമായി അയോഗ്യത ചുരുങ്ങി കയ്യിൽ കൊടുത്തത്. അതുകൊണ്ട് നിലവിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രേം സിംഗ് തമാങ്ങിന് സാധിക്കും. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്രയും വലിയ പച്ചയ്ക്കുള്ള പരസ്യമായ ഇരട്ടത്താപ്പ് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുക എന്നല്ലാതെ എന്താണ് നമുക്കിതിനോട് പ്രതികരിക്കാനുള്ളത്? രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ 6 വർഷത്തെ അയോഗ്യതയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടൽ നടത്താമെന്നുള്ള കാര്യം മറ്റൊരു സംഭവമാണ്. പക്ഷേ BJPയുമായി സഖ്യം ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വരുന്നു. ഇതാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് BJPയുടെ പക്ഷം ചേർന്ന് കളിക്കുന്നു എന്ന് നമ്മൾ വ്യക്തമാക്കി പറയാനുള്ള ഏറ്റവും വലിയ കാരണവും ഇത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ള അട്ടിമറികളുമായി മുന്നോട്ട് പോകുമ്പോൾ, ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ മണ്ടന്മാരായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.